ഒരിക്കൽ ശ്രീരാമന്റെ സേനയിലെ വീരനായിരുന്ന വാനരൻ, പക്ഷെ വിധി അവനെ മാറ്റിയെഴുതി. നരകാസുരന്റെ ഉറ്റ സുഹൃത്തായ ദ്വിവിധൻ ഇന്ന് പ്രതികാരത്തിന്റെ അഗ്നിയായി മാറിയിരിക്കുന്നു. അവൻ മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ ഉപദ്രവിച്ചു. ഒരിക്കൽ ബലരാമൻ ആ കാട്ടിലേക്ക് വരാനിടയായി. അന്ന് ആ കാട്ടിൽ നരകതുല്യമായി ജീവിക്കുന്ന മൃഗങ്ങളെ ബലരാമൻ കണ്ടു. റൈവതക പർവ്വതത്തിന്റെ ശാന്തതയിൽ ഹലായുധൻ വിശ്രമിച്ചു. ഇതിനൊരു പരിഹാരം കാണണമെന്ന് ബലരാമൻ ചിന്തിച്ചു. പെട്ടെന്ന് ഒരു വലിയ അട്ടഹാസം കേട്ട ബലരാമൻ എഴുന്നേറ്റു. ഒരു കൂറ്റൻ മരം തനിക്കു നേരെ വരുന്നു. ആകാശത്തോളം ഉയരമുള്ള ആ മരം ഹലായുധന്റെ ഊർജത്തിനു മുന്നിൽ വെറും കരിയിലുകളായി മാറി. എന്നാൽ ദ്വിവിധന്റെ ക്ഷിപ്രവേഗത്തിലുള്ള ഒരു പ്രഹരം ബലരാമനെ തെറിപ്പിച്ചു. അഹങ്കാരത്തിൽ ചിരിമുടക്കിയ ദ്വിവിധന് പിന്നെ നിലത്ത് നിൽക്കാൻ ബലരാമൻ സമയം കൊടുത്തില്ല. അവസാന പ്രഹരത്തിൽ ദ്വിവിധന്റെ ശക്തിയെല്ലാം ക്ഷയിച്ചു. ഇടറിയത് നിന്റെ ചുവടുകളല്ല ദ്വിവിധ, നിന്റെ ധർമ്മമാണ്. നിന്റെ സുഹൃത്തിന് നേരെ ഉയരാത്ത നിന്റെ മുഷ്ടികൾ അധർമ്മത്തിന് കൂട്ടുനിന്നു. ഈ മണ്ണ് ഇനി നിന്റെ ഭാരം അറിയേണ്ടതില്ല. ഇത് നിന്റെ അന്ത്യമാണ് ദ്വിവിധ. അവനെ റൈവതക പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ബലരാമൻ താഴേക്കിട്ടു. ദ്വിവിധന്റെ ക്രൂരതയിൽ നിന്ന് സകല ജീവജാലങ്ങളും രക്ഷപ്പെട്ടു. ലോകം ശാന്തമായി.